ആനീസ് കിച്ചൺ ശരിക്കും ഒരു മ്യൂസിക്കൽ നൈറ്റ് ആക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ മലയാളികളുടെ ഏറ്റവും എന്താ പറയുക മനസ്സിലേക്ക് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴം പിടിച്ച രണ്ട് വ്യക്തികളാണ് ആനീസ് കിച്ചണിൽ വരുന്നത് മ്യൂസിക്കൽ കപ്പിൾസ്. അതായത് ഫൈസലും ഷിക്കയുമാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം കുറേ നാളായിരുന്നു നമ്മുടെ ആനീസ് കിച്ചണിൽ പാട്ടൊക്കെ കേട്ടിട്ട്. അന്നേരം എത്രയും വേഗം ഇനി ഒരു സെക്കൻഡ് പോലും സമയം കളയാതെ അവരെ ആ മ്യൂസിക്കൽ കപ്പിൾസിനെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. ഫൈസൽ, നമസ്തേ, ഹാർട്ടി വെൽക്കം. എന്നോടൊന്നും ചോദിക്കാനും വർത്താനം പറയാനും ഒന്നുമില്ലേ? ഉണ്ടോ? എന്നാ പിന്നെ നമുക്ക് ഇരുന്നോണ്ട് വർത്താനം പറയാം. ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്കേ ഞാൻ വലിയൊരു പ്രതീക്ഷയാണ് കൊടുത്തേക്കുന്നത്. എന്നാന്നറിയാവോ, കുറച്ച് നാളായിട്ട് ഞങ്ങൾ പാട്ട് കേൾക്കുന്നില്ല. എന്നാ മൂകത എന്നറിയാവോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ മ്യൂസിക് കപ്പിൾസാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് ഒരു മ്യൂസിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ നൈറ്റ് ഒക്കെ ആക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സഹകരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇല്ലേ? ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ. ഈവൻ എന്നാ പറയാ, അതിന് വേർഡ്സ് ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഫുൾഫിൽ ചെയ്യാനില്ല. എം ടി പ്ലേസസ് പോലും ഫില്ല് ചെയ്ത് പോകുന്ന ഒരു മരുന്നാക്കാം. നമുക്ക് റിലാക്സേഷൻ ആണ്. മ്യൂസിക്കിന് വേർഡ്സ് ഇല്ല അല്ലേ? ആൻഡ് ഹൗ യു ഓൾ എക്സ്പ്ലെയിൻ ദാറ്റ്? ഇത്രയും ശരിക്കും മ്യൂസിക്കിനോട് ഇത്രയും ഇഷ്ടമായതും ഒക്കെ എങ്ങനെയാ? കുഞ്ഞു ചെറുപ്പത്തിലെ മുതല് അച്ഛനമ്മയൊക്കെ പാട്ട് പാടും. വാപ്പമ്മയും എന്റെ വാപ്പമ്മയും ഇവളുടെ അമ്മയൊക്കെ പാട്ട് ചെറുതായിട്ട് പാടും. പിന്നെ നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്കായതുകൊണ്ടാണ് ചെറുപ്പത്തിലെ നമ്മൾ ആ വഴിക്ക് തിരിച്ചു വിട്ടത്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്വപ്നം നിങ്ങളിൽ കൂടി കാണാൻ കറക്റ്റ് ഗൈഡ് ചെയ്തു. നമ്മള് ഈ ചെറിയ പ്രായത്തിലൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല കളിച്ചു കിടക്കുന്നത്. ഞാനൊക്കെ വെച്ചാൽ ഈ ക്രിക്കറ്റ് കളിയായിരുന്നു കൂടുതൽ ഇഷ്ടം. പാട്ട് പഠിപ്പിക്കാൻ വിട്ടാലും പകുതി വെച്ച് നേരെ ഡൈവേർട്ട് ചെയ്ത് കളിക്കാൻ പോകും. പക്ഷെ അപ്പോഴും പിടിച്ചു നിർത്തി തല്ലി കൊണ്ട് പാട്ട് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവണം. അന്ന് പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നമുക്ക് സങ്കടം വരും, എന്നാലും അവര് വീണ്ടും പിടിച്ച് വലിച്ച് വടിയായിട്ട് പക്ഷെ അപ്പൊ ഒരു കാര്യം ഞാൻ ഇന്നിവിടെ ഉറപ്പിക്കാം. എന്നാന്നോ, ശരിക്കും ഞാനൊക്കെ ചിന്തിച്ചെന്നാന്നറിയാം, എന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആന്നേല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തല്ലിപ്പിടിച്ച് കൊണ്ടുപോകുന്നേല് അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് അങ്ങ് അരിശം പിടിക്കുകയല്ലേ. പിന്നെ ഞാൻ വിചാരിക്കും എന്നത്തിന് വെറുതെ അപ്പനും അമ്മയും മക്കള് ശത്രുക്കളാവുന്നതിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇനി അങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് തോന്നുന്നു. കഴിവുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ മോന് കഴിവുണ്ട് എന്നുള്ളത് എപ്പോഴേലും പാടിയോ? നമ്മള് ഈ 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ പാടില്ല. അപ്പോൾ ചെറിയ എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ തന്നെ ഈ കവിത, ഈ അറബിക് റെസിറ്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അറബിക് ഉമ്മച്ചിരുത്തി പഠിപ്പിക്കും. അപ്പോൾ ഞാൻ പാടുമ്പോൾ അതിലെന്തോ ഇതിനൊരു കഴിവുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതെ, നമുക്ക് പക്ഷെ അന്നും കളിയാണ് ജ്വരം. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയാണ് കുറെ നാളൊക്കെ ക്ലാസ്സിൽ പോയത്. പക്ഷെ ആ കഴിവുള്ളത് കൊണ്ടാണ് തല്ലിക്കൊണ്ട് പഠിപ്പിച്ചത്. പക്ഷെ അത് കുറെ നാൾ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പൂമരം വെച്ച് അങ്ങ് തുടങ്ങാം. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഏത് മലയാളിയുടെ നാവിലാണ് ഈ വാക്കുകളില്ലാത്തത് അല്ലെ? എന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ആ പാട്ട്. ശരിക്കും അതിന്റെ ലിറിക്സ് മോനാണോ എഴുതിയത്? അല്ല, ലിറിക്സ് ഇത് പണ്ടേ മുതലുള്ള ഒരു വൈത്താരി. ഇതിന്റെ കറക്റ്റ് ലിറിക്സ് എഴുതിയ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള നമുക്ക് സംശയമാണ്. ഇത് പണ്ട് ഈ കടലിലേക്ക് പോകുമ്പോ, ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോ അവര് പാടിക്കൊണ്ടിരുന്ന ഒരു, പക്ഷെ ട്യൂണൊന്നും ഇങ്ങനെയല്ല. ട്യൂൺ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ആളും അങ്ങനത്തെ ഒരു ഈ ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇവര് ഈ മത്സ്യബന്ധന വല വലിക്കൂലേ,
അപ്പൊ അവരിങ്ങനെ ഒരു EM അങ്ങനത്തെ ഒരു സംഭവം, നമ്മളിപ്പോ ഒരു സാധനമൊക്കെ വെയിറ്റ് ഉള്ളൊരു സാധനം കുറെ ഗ്രൂപ്പ് ചേർന്ന് നമ്മളിത് പൊക്കുമ്പോൾ അതിന്റെ ആ ഒരു ഹാർഡ്നെസ് ഒരു എല്ലാവരും കൂടി ആവേശം കാണും. അപ്പൊ അങ്ങനെ പാടിയൊരു പാട്ടാണെന്നാണ് ഇതിന്റെ ഒരു സംഭവം വെപ്പ്. പക്ഷെ നമുക്കതിങ്ങനെ ഓരോരുത്തരേക്ക് കൈമാറി വന്നതാണോ ഇത് കൈമാറി ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ ആ ഒരു കൊല്ലത്തിന് ഒരു 10 കൊല്ലം മുമ്പ് അവിടെ പഠിച്ചിരുന്ന ഒരു ചേട്ടൻ ആള് കൊണ്ടുവന്ന പാട്ടാണ് ഈ കോളേജിൽ. അപ്പോൾ കോളേജിലും ആൾക്കാർ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ട്യൂണിലൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വരികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സ്ട്രൈക്കായി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ട്യൂൺ ചെയ്ത് വെച്ചു ഈ പാട്ട്. ഈ വരി കേട്ടപ്പോഴും ഇത്ര മെലഡിയസ് ആയിരിക്കണം ഈ ട്യൂൺ എന്നുള്ളത് സാധാരണ അങ്ങനെ ഒരു ഭയങ്കര മെലോഡിയസ് ആയിട്ട് പാടുന്ന ഒരു പാട്ടല്ലായിരുന്നു. അതിങ്ങനെ ഒരു അതാ ഇത് രണ്ടും എക്സ്ട്രീം അല്ലേ ശരിക്കും, ഇത് റിയൽ ആയിട്ട് കേൾക്കുന്നത്. നമ്മള് പിന്നെ ഞാൻ ഗിറ്റാർ വായിച്ച് ഇങ്ങനെ പാടുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മൾ. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ പാട്ടുകൾ ഫ്രണ്ട്സായിട്ട് ഇന്ന് ജാം ചെയ്യും. നമ്മളപ്പോ ഇങ്ങനെ ഓരോരോ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ഭയങ്കര മൂഡാണ്. അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വേറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ചുമ്മാ ട്യൂണൊക്കെ മാറ്റി പാടും. നമുക്ക് നമ്മുടെ ഐഡിയയിൽ ഒറിജിനൽ സോങ്സ് ആയാലും ചില നല്ല പാട്ടുകളല്ല, അല്ലെങ്കിലും ഓരോ ചില പാട്ടുകളൊക്കെ നമ്മൾ ചെറിയ ട്യൂൺസൊക്കെ മാറ്റിയിട്ട് ഒരു കുറച്ചും കൂടി സൂത്തിങ് ആയിട്ട് പാടാൻ പറ്റുന്നൊക്കെ നോക്കും. അപ്പം അങ്ങനെ ഈ പാട്ട് എനിക്ക് എൻ്റെ വായിലിങ്ങനെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അതൊരു മെലഡി ആക്കി പാടിയാലോ. ഞാൻ ഈ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ഭയങ്കര സ്ലോയിലൊക്കെ പാടി നോക്കും. എത്ര ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും അതിലൊരു മെലഡി ഉണ്ടെങ്കിലാണ് അത് നിലനിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് പാട്ടുകളായാലും അതിൽ ഒരു മെലഡി ഉണ്ടാവും. മെലഡി ഉണ്ടെങ്കിൽ അത് എന്നും നമുക്ക് നമ്മൾ സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്ത ജനറേഷനിൽ ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല. എന്നാലും ഇപ്പൊ ജനിക്കുന്ന കുട്ടികളായാലും അത് ലൂപ്പ് ചെയ്ത് കേട്ടോണ്ടിരിക്കും. ഇത് ആക്ച്വലി ശരിക്കും ഈ ലിറിക്സ് നമ്മുടെ കയ്യിലുണ്ട്, മ്യൂസിക് മോന്റെ വന്നു. ശരിക്കും ആ ഫിലിമിലേക്ക് ഇത് എത്തുന്നത് എങ്ങനെയാ? ഫിലിമിലേക്ക് വെച്ചാൽ ഞാനത് ചെറിയ മ്യൂസിക് ചെയ്ത് ചുമ്മാ അങ്ങനെ വെച്ച് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയണം നല്ല രസമുണ്ട് ഇത് കേൾക്കാൻ, നമുക്ക് എന്തെങ്കിലും ഒരു ആൽബം പോലെയോ അങ്ങനെ ചെയ്താലോ. അപ്പോൾ നമ്മൾ ആ ടൈമിലേക്ക് ഫിലിമിലേക്ക് എത്തിയിട്ട് ഫിലിമാണ് മ്യൂസിക് ഡയറക്ഷനാണ് താല്പര്യം, പക്ഷേ എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ ഈ പൂമരത്തിൻ്റെ സംവിധായകൻ എബ്രിഡ് ഷൈൻ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുമുട്ടണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാണ് ഫൈസൽ ആളങ്ങനെ. അപ്പം ഞാൻ ആ ടൈമിൽ ബിജുപാൽ മ്യൂസിക് ഡയറക്ടർ ആളുടെ ചെറിയ അസിസ്റ്റ് ചെയ്യണ പരിപാടി. ആളിങ്ങനെയാണ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നത്. ചുമ്മാ നിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ നാസിൽ എന്നാണ് ആളുടെ പേര്. ഇക്കാക്ക് അറിയാം ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടുന്നത്. ഇക്കവിടെ നീ ആ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചു കൊടുക്കും. ഈ പാട്ട് ഞാനിങ്ങനെ ഗിറ്റാറിൽ ലൈവായിട്ട് മഹാരാജാസിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മഹാരാജാസിൽ പുള്ളി വന്നു. ഞാനും ആ ടൈമിൽ ഞാനവിടെ പഠിക്കണമെന്നില്ല, പക്ഷേ ഞാൻ ആ ടൈമിൽ ചെന്നപ്പോൾ ഞാനത് പാടി കേൾപ്പിച്ചപ്പോൾ ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളി പറഞ്ഞത് ഇത് ഏത് പാട്ടാണെന്ന് വെച്ചു, മാറ്റിയത് ഇത് ഏത് പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കോളേജിലുള്ളൊരു പാട്ടാണ്, ഇത് ട്യൂണാണ്. ഞാൻ പറഞ്ഞു ട്യൂണിൻ്റെയാണ്, ഇത് പണ്ടേ മുതൽ എല്ലാവരും പാടി തുടങ്ങുന്നതാണ്, ഇത് ആർക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു അധികം ആൾക്കാർക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ ഉള്ളൂ. അഞ്ഞിത് ആരോടും പാടണം, നമുക്ക് സിനിമയിലെടുക്കാൻ. അങ്ങനെയാണ് എന്താ പറയാ, മലയാളികൾക്ക് അറിയത്തില്ലാത്തവരാരും ഇല്ല ഈ ഒരു പാട്ട് ശരിക്കും. അതെനിക്ക് തോന്നുന്നു ഫൈസലിൽ കൂടെ മലയാളികളിലേക്ക് എത്താനായിരിക്കും അതിന്റെ ഒരു വിധി. സത്യം, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. ഞാനായിട്ട് ഞാനിരുന്ന് കുത്തിരുന്നുണ്ടാക്കിയൊരു സാധനമല്ല അത്. അത് പുറത്തേക്ക് വരണം ഇങ്ങനെ കുറെ കൊല്ലങ്ങളായിട്ട് വെമ്പി നിന്നൊരു സാധനം ഞാൻ അതെ എന്റെ വഴി ഇങ്ങോട്ട് വന്നുള്ളൂ. പക്ഷെ നല്ലൊരു ബലൂൺ നല്ലതായിട്ടാ പൊട്ടിയത് അല്ലേ, നല്ല രീതിയിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് സോഫ്റ്റ് ആയിട്ട്, ഭയങ്കര തിരമാല അടിച്ചുള്ള ഒരു കേരളല്ലോ കയറിയത്. സോഫ്റ്റ് ആയിട്ട് നമ്മളെല്ലാം സ്നേഹിച്ച് ഉള്ളിലേക്ക് കയറിയ ഒരു പാട്ടാ. അപ്പൊ ശരിക്കും പറഞ്ഞ മോൻ ലിറിക്സ് ഒക്കെ എഴുതോ? ഞാൻ പണ്ട് എഴുതലുണ്ടായിരുന്നു, പിന്നെ ഞാൻ എഴുതണത് അത്ര നല്ലതല്ല, ഞാൻ എഴുത്ത് നിർത്തി. അതിനൊരു കഴിവാണ്, അതിനൊരു കഴിവുണ്ട്. എനിക്ക് ആ ഒരു ഓരോന്നിനും ഓരോ കഴിവുണ്ട്. എനിക്ക് ആ കഴിവില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ടൈമിൽ ഞാൻ നിർത്തി. ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതാറുണ്ടോ? ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് എഴുതലുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശരിക്കും പറഞ്ഞ മ്യൂസിക് ആയിരുന്നു ഏറ്റവും കൂടുതൽ മോന് ഇഷ്ടം എന്ന് പറഞ്ഞത്. പക്ഷെ ആ പൂമരം എന്ന ഫിലിമിൽ ഒരു ക്യാരക്ടർ ചെയ്തില്ലേ? നമ്മുടെ കണ്ണന്റെ ഒരു ഫ്രണ്ടായിട്ട്, കാളിദാസിന്റെ ഒരു ഫ്രണ്ടായിട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ അഭിനയിക്കാനാണോ മ്യൂസിക്കാണോ ഇഷ്ടം? മ്യൂസിക്കാണ്. പിന്നെ അഭിനയിക്കാൻ പറഞ്ഞപ്പോ ചെയ്തേ ഉള്ളൂ? അത് ചെയ്യുന്നുള്ളൂ. അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത് വെറുതെ. ഇപ്പൊ ഫൈസലിനോട് ചോദിച്ചാ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയൂല.
ഫസ്റ്റ് പ്രിഫറൻസ് ഏതിനോട്? അത് മ്യൂസിക്കാണ്. പക്ഷേ അഭിനയിക്കാൻ ഇഷ്ടമില്ലാണ്ടൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരു സിനിമയിലൊരു നമ്മളുടെ ഒരു മുഖം ഒരു ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സംഭവം മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് അഭിനയത്തിനോട് എനിക്കൊരു എവിടെയെങ്കിലും ഒരു എൻ്റെ മുഖം കണ്ടിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ സാറ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ കടന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു മടി, കാരണം നമുക്ക് അറിയാത്തൊരു ഫീൽഡാണ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറൊരു കല. ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ്. ഇല്ലടാ നീയായിട്ട് തന്നെ ബിഹേവ് ചെയ്താൽ, നീ എത്ര നാൾ എൻ്റെ അടുത്ത് നിന്ന പോലെ തന്നെ ബിഹേവ് ചെയ്താൽ, നീ ആ കോളേജിൽ പഠിച്ചവനാണ്, അപ്പോൾ ആ കോളേജിൽ നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. അങ്ങനെ പുള്ളി കുറേ ഇതൊക്കെ തന്നിട്ടാണ് പ്ലാനിലേക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വേറെ ശരിക്കും ഫൈസലിന് ഒരു നല്ല ബ്ലെസ്സിങ് ആണ്. മഹാരാജാസ് കോളേജിൽ പഠിച്ചു, ശരിക്കും ഫസ്റ്റ് മൂവിയാണ് അത്. ഫസ്റ്റ് മൂവി സ്വന്തം കോളേജിൽ ചെയ്തു, അവിടെ തന്നെ അഭിനയിച്ചു, ആ കോളേജിൽ തന്നെ പാട്ട് ഹിറ്റായി. ശരിക്കും അതൊക്കെ നല്ലൊരു ബ്ലെസ്സിങ്സ്. പാടി, അത് തന്നെ പാടി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നിമിത്തോ എന്തോ ഒരു സിറ്റുവേഷൻ ഏതാണ്ട് ഒരു ബ്ലെസ്സിങ് മാതിരി തോന്നുന്നില്ലേ? ശരിക്കും ഒരു ഭയങ്കര സന്തോഷം തോന്നിയില്ലേ അത്? അല്ലേ? ഷിക്കിം മഹാരാജയിലല്ലേ പഠിച്ചേ? അപ്പൊ രണ്ടുപേരും മഹാരാജ കോളേജിലാണ് പഠിച്ചേ. ആ ഒരു കോളേജ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഗുഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പൊ പൂമരം ഒന്ന് പറഞ്ഞല്ലോ ഫൈസലിന്റെ കാര്യം. പിന്നെ പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഫൈസലിനെ കിട്ടി മഹാരാജാസ് കോളേജ്. പിന്നെ ആദ്യം തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പഠിക്കണം എന്നുള്ള. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഭയങ്കര കലാകാരന്മാർ ഒരുപാടുള്ള കോളേജാണ്. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവിടെ ചെന്ന് നമുക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ള അതേ മൈൻഡുള്ള കുറച്ച് ഗ്യാങ്ങിനെ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഫൈസലിനെ പരിചയപ്പെടുന്നത്. അതാണ് എനിക്ക് കോളേജ് എന്നുള്ള ഏറ്റവും നല്ല ഓർമ്മ, ഗുഡ് എക്സ്പീരിയൻസ്. ശിഖ ശരിക്കും ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാള് പോലെ അമ്മ തല്ലി പഠിപ്പിച്ച ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ ഞാന് ശരിക്കും ഞാൻ ഡാൻസ് ആയിരുന്നു ആദ്യം. ഡാൻസും പാട്ടും ഉണ്ട്, എന്നാലും ഡാൻസ് ആയിരുന്നു ഭയങ്കര സംഭവമായിട്ട് പഠിച്ചു തുടങ്ങിയത്. സ്റ്റാർട്ടിങ് അതായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടനെ പാട്ട് പഠിപ്പിക്കാനാണ് ടീച്ചർ വീട്ടിൽ വന്നത് ആദ്യം. പിന്നെ ചേട്ടൻ പഠിച്ചില്ല. അതെ, ചേട്ടന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എനിക്ക് അത്ര കഴിവില്ല. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടന്റെ നല്ലോണം കിട്ടും. അപ്പൊ ഞാനത് മനസ്സിലാക്കി. ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ സൈഡിൽ പോയിരിക്കും. ടീച്ചർ പാടുമ്പോ അവനൊന്നും കിട്ടില്ല, ഞാൻ പാടും അത്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഞാനാണ് കൂടുതൽ പാടുക എന്നുള്ളത്. അങ്ങനെ അവൻ്റെ ചേട്ടൻ്റെ പാട്ട് നിർത്തിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഫുൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്ലാസ്സിന് പോകാനൊക്കെ. കാരണം അന്ന് ചേട്ടന്റെ മുന്നിൽ ഒരു മിടുക്കി ആവാൻ വേണ്ടി പോയി ഇരുന്നതാ. പിന്നെ അത് ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ക്ലാസ്സിന് പോകാന്നുള്ള ഒരു സംഭവം ഭയങ്കര മടിയായിരുന്നു. അപ്പൊ മമ്മി ഭയങ്കര ഒരുപാട് വഴക്കായിട്ട് അങ്ങനെ കൊണ്ടുപോകാറ്. അത് മേടിച്ചരാടി, ഇന്ന് വന്ന് എനിക്ക് ഞാൻ അത് വാങ്ങിത്തരാം. എല്ലാ ക്ലാസ്സിന് പോകുമ്പോഴും എനിക്ക് ഒരു മാല, ഒരു വള, അതൊക്കെ ഓഫർ ചെയ്തിട്ടാ കൊണ്ടുപോവാ. അങ്ങനെ അതുപോലെ തന്നെയാണ് അച്ഛനും എന്നെക്കാളും ഇൻട്രസ്റ്റ് അച്ഛനും അമ്മയ്ക്കും ആണ് എന്നെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അവര് കൊണ്ടുപോയി ഒരു നമുക്കൊരു ബുദ്ധിയാവുന്ന ഒരു ഇത് വരെ അവർ നമ്മളെ ഇങ്ങനെ അത് വേണല്ലോ. ഇപ്പോഴും ബുദ്ധിയൊന്നുമില്ല. ഇപ്പോഴും ഒരാള് ബാക്കിൽ നിന്ന് തള്ളണം. അങ്ങനെ പൊതുവെ മടിയുള്ളൊരു കൂട്ടത്തില് മടിന്ന് പറയാൻ പറ്റൂല. അത് എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പിന്നിലൊരു ഹാർഡ് വർക്ക് പരിപാടി ഉണ്ടല്ലോ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ഭയങ്കര പ്ലേബാക്ക് സിംഗർ ആവണം, ഭയങ്കര ഒരുപാട് നല്ല വർക്കൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പോൾ എന്താ പറയുക, ഇത്ര നാൾ അച്ഛനമ്മയ്ക്കും പറ്റുന്ന പോലെ തന്നെ കുറേ കൊണ്ട് നടന്നു. റിയാലിറ്റി ഷോസിൽ ഇപ്പോൾ സ്റ്റാർ സിംഗർ, അതുപോലെ ഒരുപാട് റിയാലിറ്റി, ഗന്ധർവ സംഗീതം കുഞ്ഞു മുതൽ തുടങ്ങിയതാട്ടാ. ഗന്ധർവ സംഗീതം, രാഗലയം, 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസ്, അതെല്ലാത്തിലും ഞാൻ റണ്ണറപ്പ് ആയിരുന്നു. പിന്നെയാണ് ലാസ്റ്റാണ് സ്റ്റാർ സിംഗറിൽ വരുന്നത്, ഐഡിയ സ്റ്റാർ സിംഗർ. പിന്നെ അതെ, ഒക്കെ ഫുള്ള് അച്ഛനമ്മ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. എന്താ പറയുക, അപ്പോൾ കറക്റ്റായിട്ട് ഒരാള്
പിന്നാലെ ഇങ്ങനെ എപ്പോഴും ഒരാൾ വേണം. അത് ചെയ്യുന്ന പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ അച്ഛനമ്മ ഉണ്ട്, ഇനിയിപ്പോ അല്ല. പക്ഷെ എന്നാലും ശിഖയ്ക്ക് നല്ല കഴിവുള്ള ഒരു കുട്ടിയല്ലേ, അന്നേരം പിന്നെ ഭയങ്കര കഴിവാണ്. അതാണ്. അത് പിന്നെ എന്തായാലും ഫൈസൽ സപ്പോർട്ട് ചെയ്യാതിരിക്കോ? നാച്ചുറൽ. ഞാനും ഉള്ള ഭയങ്കര ഫാനായിരുന്നു. അങ്ങനെ ശിഖയെ കണ്ടുപിടിച്ചേ? കണ്ടുപിടിച്ച ഫാനായിട്ടൊന്നുമല്ല. ഞാന് ഇവള് സ്റ്റാർ സിംഗിൾ +2 ആ ടൈമിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ചെറിയൊരു വർക്ക്, നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്, അപ്പോൾ ഒരു ചാലക്കുടിയിലുള്ള ഒരു സ്റ്റുഡിയോ, അപ്പോൾ ഇവിടെ അന്ന് ഏതൊരു സോപ്പിൻ്റെ ആഡിൽ പാടാൻ വന്നേക്കണം സ്റ്റുഡിയോയിൽ. അപ്പോൾ ഞാൻ ഇവള് അപ്പോൾ ഭയങ്കര സെലിബ്രിറ്റിയാണ്. സ്റ്റാർ സിംഗിൾ ഇങ്ങനെ കത്തി ശിഖാന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ചാടിച്ച ആവേശം മൂത്തിക്കുന്ന ടൈമാണ്. അപ്പം നമ്മളൊന്നും ആരും അറിയില്ല, നമ്മളൊക്കെ വാങ്ങള്. അപ്പോൾ ഞാൻ ചെറിയൊരു വർക്ക് ആയിട്ട് വന്നപ്പോൾ ഇവളിങ്ങനെ ഉള്ളിൽ പാടാം. അപ്പോൾ ഇവളുടെ അച്ഛനെ കണ്ട്, അച്ഛനോട് ഞാൻ സംസാരിച്ച് പുറത്ത്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ല. അപ്പോൾ അച്ഛനോട് സംസാരിച്ച് ഞാൻ ഏത് വർക്ക് നടക്കണം, എൻ്റെ മോളാണ് പാടുന്നത്. അപ്പോൾ ഇന്ന് ശിഖയാണോ എൻ്റെ അപ്പം ശിഖയുടെ അച്ഛനാണല്ലേ ശരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേട്ടാന്നൊക്കെ കുറേ സംസാരിച്ച് ആള് ഇപ്പോൾ ഇതാണ്, ഇപ്പോൾ ഇന്ന് ഒരു ആഡ് ഉണ്ട്, നാളെ അതുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ ടൈമിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവള് പാടി ഇറങ്ങിയപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു. അന്ന് സെൽഫി എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ പറയണത് സെൽഫി എടുക്കുന്ന പരിപാടി ഉണ്ട്, ഞാൻ സെൽഫി എടുത്തന്നെ. ഇവൾക്കാർ ഇവളുടെ അച്ഛനാലും ഇത് ഓർമ്മയില്ല, ഇപ്പൊ പറഞ്ഞാലും ഓർമ്മയില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് കൊണ്ട് താലോലിച്ച് നടക്കാം. ഇപ്പോഴും ആലോചിച്ചിട്ട് ഇവൾക്ക് അച്ഛനും ഓർമ്മ വരുന്നില്ല എന്നെ കണ്ടതാണ്. അച്ഛനോട് ഞാൻ എന്തോരം സംസാരിച്ചത്, ഇവളുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. ഇവള് നേരെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഞാൻ ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ ആള് ശരി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, ആൾ കാറി കയറി പോകുന്നു. സെലിബ്രിറ്റിയാണ്. അച്ഛനടുത്ത് കുറേ ഇരുന്നിട്ട് ഇവള് പാടുന്ന ടൈമിൽ അച്ഛൻ പുറത്തിട്ട് ഞാൻ കുറേ സംസാരിച്ചു. അച്ഛനാലും വിളിക്കാനും എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല. പിന്നെ സ്റ്റാർ സിംഗർ കഴിഞ്ഞു, പിന്നെ നമ്മൾ എല്ലാവരും വേറെ വേറെ വഴിക്ക് പോയി. ഞാൻ +2 കഴിഞ്ഞു, പിന്നെ ഇവിടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ മറന്നു. ഒരു പ്രണയമൊന്നും അല്ലായിരുന്നു, ഒരു ഭയങ്കര ഫാനായിരുന്നു, ഇഷ്ടമായിരുന്നു, ഭയങ്കര അടിപൊളി സിംഗറാണെന്നുള്ള രീതിയിൽ ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ പോയി പിന്നെ മഹാരാഷ്ട്രയിൽ ചേർന്നു. അങ്ങനെയാണ് ആള് ജൂനിയറായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ആശിക്കാം, വീണ്ടും നമ്മുടെ ഒരു പഴയ ഫാൻ ലഡു പൊട്ടി. പിന്നെ നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന പറയുമ്പോൾ കാണാനൊക്കെ ഒരു താല്പര്യമുണ്ട്. കാരണം ഒരു കാലത്ത് ഭയങ്കരമായിട്ട് നിന്ന ഒരാളാണ്. പിന്നെ നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു. പിന്നെ ആദ്യം ഒരു ഷിഖാന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ, പിന്നെ നമ്മൾ ഫ്രണ്ട്സായി. പിന്നെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ആള് കയറി. അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ സൗഹൃദം അങ്ങോട്ട് കൂടുതൽ വെച്ചാൽ അത് അറിയാണ്ട് അങ്ങനെ അടുത്ത് പോയി. അല്ല അങ്ങനെ പറച്ചിലൊന്നും ഉണ്ടായില്ല, നമ്മളറിയാം. അങ്ങനെ പറയാതെ ഞങ്ങൾ അറിഞ്ഞു. അതാ ആദ്യം എന്നോട് തന്നെ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ സാധാരണ പ്രപ്പോസൽ പരിപാടി ഉണ്ടായില്ല, സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഒരാളെ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അത് അതേ രീതിയിൽ തന്നെ മനസ്സിലാവുന്ന മറ്റൊരാളുടെ അടുത്തിരിക്കുമ്പോഴല്ലേ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. കിട്ടും. അങ്ങനെ കിട്ടി ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ എന്തുകൊണ്ടാ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എന്തുകൊണ്ടാക്കി കൂടാന്നുള്ളൊരു ഒരു ചിന്ത വന്നപ്പോ രണ്ടുപേർക്കും വന്നു. ഞാൻ ആദ്യം പറഞ്ഞോളൂ വന്നു. പക്ഷെ ആദ്യം വന്നത് ഞാനുള്ള കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സംഭവം തോന്നിയിട്ടുണ്ടോ. അപ്പൊ ഇവൾക്ക് അത് തോന്നിയിട്ടുള്ളൂ എനിക്കറിയാം. നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒരാൾക്ക് നമ്മുടെ അടുത്തൊരു കൂടുതൽ ഇഷ്ടമാണ് നമുക്ക് തോന്നുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണെന്നല്ല, എനിക്കിങ്ങനെ സംഭവം തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്നുള്ളൂ, വേറൊരു അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ആ ഒരു അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ആൾക്കും അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് നല്ല എന്നും ഇതാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഇവൾക്ക് ആ ഒരു സംഭവം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചു. നമ്മൾ ചെറിയൊരു നമ്പറൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. പിന്നെ ആള് അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇങ്ങനെ ചില പറയാതെ കൂടുതൽ പെൺപിള്ളേര് പറയൂല, അധികം പറയില്ല, ഉള്ളിൽ ഇവിടെ ഒരിക്കലും പറയില്ല. കാരണം അറിയാലോ മതം പ്രശ്നങ്ങൾ, അതൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പറയുന്ന ആളെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവരാണ് എനിക്കെല്ലാം. അപ്പോൾ അവരെ വിട്ട് നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിനും ഞാനായിട്ടൊന്നും ചെയ്യില്ല. അത് ഇവിടെ അങ്ങനെ തന്നെ. എന്നാലും പിന്നെ നമുക്കത് വിട്ടുകളയാൻ തോന്നിയില്ല.
അതാ പ്രണയത്തിന്റെ മുമ്പിൽ ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രണയം മാത്രമല്ല, നമുക്ക് തോന്നൂല നമുക്ക് ഒരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ അന്ന് ചിന്തിച്ച എന്താ പ്രശ്നം എന്ന് അങ്ങനെ തോന്നിയപ്പോഴാണ് പിന്നെ വീട്ടിലൊക്കെ മനസ്സുകൊണ്ട് നമുക്കൊരു നോ ഇല്ല അവിടെ. അതില്ല, വേവ് ലെങ്ത് ഭയങ്കര കറക്റ്റാ. എന്നെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു കുറച്ച് എന്താ പറയാ, അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനും. പക്ഷെ മോള് ബേസിക്കലി പാവമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. ഈ കുട്ടികളുടെ ഒരു ടൈപ്പാണ് വെച്ചാല് ഭയങ്കര സീരിയസ് ആയിട്ട്. ഇന്നസെൻസ് ഒന്നുമല്ല, ഇന്നസെൻസ് അങ്ങനെ ഭയങ്കര ഇന്നസെൻസ് ഒന്നുമില്ല, എല്ലാ ഉടായ്പകളും പരിപാടിയൊക്കെ അറിയാം. പക്ഷെ ഒരു ഈ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുക, അതൊക്കെയാണ് ആളുടെ മെയിൻ പരിപാടി. ഇപ്പൊ ഞാനൊരു വേറൊരു പരിപാടി പറഞ്ഞിട്ടുണ്ട്, ചില ഇവളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണം, ഇവിടെ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നിൽക്കണം, അപ്പോൾ വൺ പൊളിക്കാന്നുള്ള രീതിയിൽ നിൽക്കുക. അറ്റേ ടൈമിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണം, വലിയൊരു ഇപ്പോൾ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് പറയാണ് ശിഖ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ഇവള് ഒരു 80% 90% ഇവള് പറയും ഇവള് ചിലപ്പോൾ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ എടുത്തിട്ട് ഒഴിവായി കളയും, പിറ്റേ ദിവസം വരാന്ന് പറയും. അഹങ്കാരത്തിന്റെ അല്ല, ആ ടൈമിൽ ആൾക്ക് പോകാൻ ഭയങ്കര മടി. പിന്നെ നമ്മൾ പുഷ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ പോയി കളയും. ഇതിപ്പോ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കണ്ട. അല്ല ഞാൻ ഇത് നടക്കുന്നൊരു കാര്യമല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനത്തെ ഒരു സ്വഭാവം അത് നാളെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഭയങ്കര ഒരു കുസൃതി കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ ആൾ അതിലാണ് ഹാപ്പി. ബാക്കി പരിപാടികളൊക്കെ ആൾ പതുക്കെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അതിൽ നിൽക്കും.